പേരോട് നിങ്ങൾ ഇവിടെ ഫൈൻ തിബിനലക്കും മീൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്? പാച്ചക്കള്ളം ഞാനങ്ങനെ ഓതിയിട്ടേ ഇല്ല. പാച്ചക്കള്ളം ഞാനങ്ങനെ ഓതിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഓതിയത് ഫൈൻ തിബിനലക്കും എന്നതിനോട് ചേർത്തുകൊണ്ട് മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാ എന്ന് ഞാൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ വെച്ചെന്നല്ല, എന്റെ ജീവിതത്തിൽ ഓതിയിട്ടില്ല. ഓതിയതായി തെളിയിച്ചാൽ മൗലവിക്ക് മാലയിട്ട് തരും. പാച്ചക്കള്ളം പറയുന്നത് അത് അവർക്ക് വന്നിട്ട് മഹർ കൊടുക്കുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. എന്നിട്ട് അതിന്റെ ശേഷം പിന്നെ ഫൈൻ തിബിനലക്കും എന്ന ആയത്ത് തെളിവ് ധരിച്ചു. ഫൈൻ തിബിനലക്കും എന്നതിന് ശേഷം മിൻ ഷൈഇൻ എന്നാണോ അൻ ഷൈഇൻ എന്നാണോ എന്ന് എനിക്കൊരു സംശയം വന്നു സ്റ്റേജിൽ. ഞാൻ അടുത്തുള്ള ഉസ്താദിനോട് ചോദിച്ചു മിൻ ഷൈഇൻ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പാവോണ്ട് പറഞ്ഞു അൻ ഷൈഇൻ. അത് അവിടെയുള്ളവർക്ക് കേൾക്കുകയും ചെയ്തു. ആ ചോദിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സഹോദരന്മാരെ, അപ്പൊ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതേസമയത്ത് ഖുർആനെതിരെ നമ്മൾ മസ്കരിക്കല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞാൽ ഫഇൻ തിബിനലക്കും ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബിനലക്കും മിൻ ഷൈഇൻ വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ ഫകുലൂഹു ഹനീഅൻ മരീഅ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത വർഗത്തിനെ കഴിയും. അതിന് ബാക്കി വെക്ക് മൗലവിന്റെ. പേരോട് നിങ്ങൾ ഇവിടെ ഫൈൻ തിബിനലക്കും മീൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്? പേരോട് നിങ്ങൾ ഇവിടെ ഫൈൻ തിബിനലക്കും മീൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്? ഞാൻ അങ്ങനെ ഓതിയിട്ടേ ഇല്ല. പച്ചക്കള്ളം.